ഹായ്, നമുക്കിന്ന് ഗോബി 65 ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല മൊരിഞ്ഞ കോളിഫ്ലവർ വറുത്തത് ഇഷ്ടമില്ലാത്തവരാരും കാണില്ലല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: കോളിഫ്ലവർ 500 ഗ്രാം, മൈദ 1 കപ്പ്, കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, റെഡ് ഫുഡ് കളർ 3 തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്, എണ്ണ വറുക്കാൻ ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ കട്ടി കുറച്ച് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ മുറിച്ചെടുക്കുക. വലിയ വലിയ പൂക്കളാണെങ്കിൽ അത് 2ഓ 3ഓ ആയിട്ട് മുറിച്ചിടാം. ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ആദ്യം നമ്മൾ കോളിഫ്ലവർ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കോളിഫ്ലവർ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ അവസാനം വറുത്തെടുത്ത് കഴിയുമ്പോൾ പുറത്തെ ആ ബാറ്ററിന് മാത്രം ഉപ്പ് തോന്നുള്ളൂ, അകത്തെ കോളിഫ്ലവറിന് ഉപ്പ് തോന്നില്ല. അതുകൊണ്ട് കോളിഫ്ലവറിന് ആവശ്യമുള്ള ഉപ്പ് ഇപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചു വരും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് വെള്ളം തോർത്തിയെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. കടലമാവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കടലമാവ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിന് പകരം അരിപ്പൊടി ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1 ടീസ്പൂൺ ചേർത്തെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്ക് എരിവൊന്നും കിട്ടില്ല. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 2ഓ 3ഓ തുള്ളി റെഡ് ഫുഡ് കളർ ചേർക്കാം. ഫുഡ് കളർ ചേർക്കണമെന്നില്ല, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ കട്ടിയിൽ കലക്കിയെടുക്കുക. വെള്ളം കൂടി പോകരുത്, എന്നാൽ നമ്മൾ മുക്കി പൊരിക്കുമ്പോൾ കോളിഫ്ലവറിൽ മാവ് നന്നായിട്ട് പിടിച്ചു വരില്ല. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കോളിഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. ഇനി ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചിടരുത്, എന്നാൽ ഒട്ടിപ്പിടിക്കും. ഓരോന്നായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഓരോന്ന് എടുക്കുമ്പോൾ മാവ് എല്ലായിടത്തും ആയോന്നും കൂടി ശ്രദ്ധിക്കണം. ഇപ്പം എല്ലാം ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കുക, ആയോന്ന്. ആയെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലോട്ട് 2ഓ 3ഓ പച്ചമുളകും 3-4 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വറുത്ത് മാറ്റാം. ഇനി ഈ വറുത്ത് മാറ്റിയ കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഈ കോളിഫ്ലവറിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നൈസായിട്ട് കട്ട് ചെയ്തുകൊണ്ട് അകവും നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ഗോബി 65 ഉണ്ടാക്കി നോക്കുക. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.